ഹലോ. അളിയാ മാധവാണ് നിന്റെ ഇപ്പൊ സ്കൂളിൽ പഠിച്ച ഓ ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. സിംഗറിലെ ജോലിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. കൺഗ്രാറ്റ്സ് മാൻ. താങ്ക്സ് മാൻ, താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. പിന്നെ ഞാൻ പാതിരാത്രി വിളിച്ചത് സോറി, ഞാൻ ഒരുപാട് വലിച്ചു ഓക്കെ. നീട്ടുന്നില്ല. നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്റെ അനിയൻ ആക്ച്വലി നീ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ ഒരു റെഫറൽ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് നീ സെറ്റാക്കി തന്നിരുന്നു. എടാ അത് സെറ്റാക്കാമല്ലോ. അതിനെന്താ എടാ, പക്ഷേ ഞാൻ വല്ല റെഫർ കൊടുത്തിട്ട് അവനെ വല്ല ചീത്തപ്പേരായാലോ? എടാ എടാ അത് ശരിയാവില്ല. എടാ ഞാൻ ഒരു അനലി അല്ലടാ, അതിപ്പോ വേണ്ട, ശരിയാവില്ല. എടാ അനലി അനലി, നിങ്ങൾ എന്നെ സ്കൂളില് എനിക്കിട്ട പേരില്ലേ അനലി? എടാ ഓർമ്മയില്ലേ? പക്ഷെ ഇന്നലെ എന്നെ തമാശക്ക് വിളിക്കാറുള്ള പേരില്ലേ അനലി? വിശ്വസിക്കാൻ പറ്റാത്ത അനലി. എടാ ചതിക്കൻ അനലി, അനലി മനസ്സിലായോ? എടാ അനലി വിഷമല്ലടാ. എന്നതിലടാ ഞാൻ വിഷമായത്? എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത്. നീയൊക്കെ ക്ലാസ് ബങ്ക് ചെയ്യുമ്പോ ഞാൻ എക്സാമിന് കുത്തിരുന്ന് പഠിച്ചപ്പോഴാണ് ഞാൻ അനലിയായത്. അതോ ഞാൻ ക്ലാസ്സിൽ തരുന്ന ഹോംവർക്ക് ചെയ്യാറുണ്ടോണ്ടാണോ ഞാൻ അനലിയായത്? ഓ അല്ലല്ല, വെയിറ്റ്, ഞാൻ ക്ലാസ്സില് ക്വസ്റ്റ്യൻസിന് കൈ പൊക്കുമ്പോഴായിരിക്കും ഞാൻ അനലിയായത് അല്ലേ? ഓക്കെ. നീട്ട പേര് കാണുകൊണ്ട് ആരും എൻ്റെ അടുത്ത് മിണ്ടാതായി. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനുള്ള സമയമൊക്കെ കിട്ടി. ഇങ്ങനെയൊക്കെ ആവാൻ പറ്റി, അതുകൊണ്ട് അതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ആ ബെഞ്ചിന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോ നീയൊക്കെ പിറകെ ഇരുന്ന് തന്നെ നോക്കി ചിരിക്കുമായിരുന്നു. സോറി ഓഫ് മാൻ. നീ സോറി പറയണ്ട. നീ ഇറ്റ് വാസ് ജസ്റ്റ് എ ജോക്ക് റൈറ്റ്? അത് വിട്ടേക്ക്. എനിക്കല്ലേ അത് സീരിയസ് ആയത്. I was a kid too. I deserve to be happy, man. You took that away from me. You made me alone. അല്ലേ ഞാൻ ചെയ്യാം, പക്ഷെ നീ എന്നെ ഒരിക്കലും വിളിക്കരുത്.